+1 മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സെറ്റ്സ് എന്ന ചാപ്റ്ററിന്റെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സെറ്റിൽ അപ്ലൈ ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 ഓപ്പറേഷൻസ് ഡിസ്കസ് ചെയ്തു. ഒപ്പം അവയുടെ പ്രോബ്ലംസും ഏതൊക്കെയാണ്? യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ്, കോംപ്ലിമെന്റ്. ഈ 4 ഓപ്പറേഷൻ വളരെ ഭംഗിയായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയ ഡെഫിനിഷൻ. ഓക്കെ, കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. എന്താണ് കാർഡിനാലിറ്റി? ആ വേർഡ് നിങ്ങൾക്കൊരു പുതുമയുള്ളതായിരിക്കും, പക്ഷെ ആശയം വളരെ ഈസിയാണ്. കാർഡിനാലിറ്റി മീൻസ് the number of elements in a set is called its cardinality. ഒരു സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണത്തിനെയാണ് എന്ത് പറയുന്നത്? കാർഡിനാലിറ്റി. The number of elements in a set is called its cardinality. A എന്ന സെറ്റ് കൺസിഡർ ചെയ്യുക. അതിനകത്തുള്ള എലമെന്റ്സ് ഏതാണ്? 3, 5, 6, 2. എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ് ഉണ്ട്. സോ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ് A ഈസ് എന്താണ്? 4. And it is denoted by ഒരുപാട് നൊട്ടേഷൻസ് ഉണ്ട്. നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: n of A. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് A is equal to എത്രയായിരുന്നു? 4. സോ കാർഡിനാലിറ്റി ഓഫ് ദ സെറ്റ് A is 4. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? n of A. എങ്ങനെയാണ് വായിക്കേണ്ടത്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് A, that is 4. അങ്ങനെയാണെങ്കിൽ B equal to സെറ്റ് 1, 3, 4. What is its cardinality? നിങ്ങൾ പറയും n of B equal to എന്താണ്? 3. 3 എലമെന്റിലേ ഉള്ളൂ. സോ 3. നെക്സ്റ്റ് നമ്മൾ പഠിച്ച ഒരു ഓപ്പറേഷൻ ആണ് യൂണിയൻ. വാട്ട് ഈസ് A യൂണിയൻ B? എയിലെയും ബിയിലെയും എല്ലാ എലമെന്റ്സും എടുത്തെഴുതുക. നിങ്ങൾക്കറിയാം 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. Then what is n of A union B? Number of elements in A union B എത്രയുണ്ട്? 6 elements ഉണ്ട്. Number of elements in A union B എന്താണ്? 6. Next A intersection B. A എന്ന സെറ്റിലും B എന്ന സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റ്, that is equal to സെറ്റ് രണ്ടിലും കോമൺ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? 3 എന്ന് പറയുന്ന ഒറ്റ എലമെന്റ്. സോ n of A intersection B, number of elements in A intersection B is എന്താണ്? 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എനിക്കുള്ള ഒരു ക്വസ്റ്റ്യൻ, A എന്ന സെറ്റ് നൾ സെറ്റ് ആണ്. Then what is n of A? Number of elements in A എന്തായിരിക്കും? A എന്ന സെറ്റിൽ ഒന്നുമില്ല, എലമെന്റ്സ് ഒന്നുമില്ല. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A ഈസ് എന്താണ്? 0. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ആശയമാണ്. കാർഡിനാലിറ്റിയുമായി ബന്ധപ്പെട്ട ചില ഫോർമുലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആ ഫോർമുലാസ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫോർമുല, വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. n of A യൂണിയൻ B is equal to എന്തായിരിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A യൂണിയൻ B. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A യൂണിയൻ B എന്താകാൻ സാധ്യതയുണ്ട്? A യൂണിയൻ B എന്ന് പറഞ്ഞാൽ A എന്ന സെറ്റിലെയും B എന്ന സെറ്റിലെയും എല്ലാ എലമെന്റ്സ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന സെറ്റാണ് A യൂണിയൻ B എന്ന് അറിയാം. അപ്പൊ A യൂണിയൻ Bയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്തായിരിക്കും? A യിലെ എലമെന്റ്സിന്റെ എണ്ണം പ്ലസ് B യിലെ എലമെന്റ്സിന്റെ എണ്ണം. അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. എന്താണ്? n of A പ്ലസ് n of B. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ പോർഷനിൽ വരുന്ന എലമെന്റ്സ് രണ്ടിലും എന്താണ്? മൾട്ടിപ്ലൈ ചെയ്ത് വന്നു, അല്ലെ? ഇരട്ടിച്ചു വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ഒഴിവാക്കണം. എയിലെ എലമെന്റ്സിന്റെ എണ്ണം പ്ലസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഇവിടുത്തെ എലമെന്റ് വന്നു. അത് ഒഴിവാക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? മൈനസ്. ഏത് പോർഷൻ ആണത്? എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള പോർഷൻ, ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ. അവയുടെ എലമെന്റ്സിന്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ മതി. സോ എന്താണ് ഫോർമുല? n of A പ്ലസ് n of B മൈനസ് n of A ഇന്റർസെക്ഷൻ B. ആശയം പിടികിട്ടിയോ? പിടികിട്ടിയില്ല എങ്കിലും ഫോർമുല പഠിക്കണം. വെരി വെരി ഇമ്പോർട്ടന്റ്. n of A യൂണിയൻ B ഈക്വൽ ടു n of A പ്ലസ് n of B മൈനസ് n of A ഇന്റർസെക്ഷൻ B. പഠിച്ചു കഴിഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഫോർമുല, വാട്ട് ഈസ് n of A ഇന്റർസെക്ഷൻ B? വേറെ ഒന്നുമില്ല, ഇവനെ എടുത്ത് ഇവിടെ കൊടുക്കുക, അവനെ എടുത്ത് അവിടെ കൊടുക്കുക. പരിപാടി കഴിഞ്ഞില്ലേ? സോ n of A പ്ലസ് n of B മൈനസ് എന്ത് വരും? റൈറ്റ് ഹാൻഡ് സൈഡിൽ n of A യൂണിയൻ B. ഫോർമുല നമ്പർ 2, വെരി വെരി ഇമ്പോർട്ടന്റ് ഫോർമുലാസ്. n of A ഇന്റർസെക്ഷൻ B ഈക്വൽ ടു, ആശയം മനസ്സിലാക്കിയത് പിടി കിട്ടും, n of A പ്ലസ് n of B മൈനസ് n of എന്താണ്? A യൂണിയൻ B. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ if A and B are disjoint sets,
disjoint sets, then what is n of A union B? Number of elements in A union B എന്തായിരിക്കും? n of A union B equal to നിങ്ങൾക്കറിയാം n of A plus n of B minus n of A intersection B. എയും ബിയും ഡിസ്ജോയിന്റ് ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് എൻ ഓഫ് നൾ സെറ്റ്. നൾ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എന്താണ്? 0. അപ്പൊ ലാസ്റ്റ് ടേം എന്തായിപ്പോ? 0. അപ്പൊ അത് എഴുതേണ്ട ആവശ്യം ഇല്ല. എയും ബിയും ഡിസ്ജോയിന്റ് സെറ്റ് ആണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി കാണുന്ന ഫോർമുല ജസ്റ്റ് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി. കാരണം രണ്ടിനും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഒന്നുമില്ല. വളരെ സിമ്പിൾ അല്ലേ ആശയം? ഓക്കെ, നെക്സ്റ്റ് പല പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു റിസൾട്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മൈനസ് ബി. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ മൈനസ് ബി എന്തായിരിക്കും? വെൻ ഡയഗ്രത്തിൽ നിന്ന് ചിന്തിക്കാം. എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷൻ ആക്ച്വലി ഏതാണ്? എ മൈനസ് ബി. എ വേണം, ബി വേണ്ട. അപ്പൊ ആക്ച്വലി എന്താണ്? ഈ പോർഷൻ ആണ് ഏത്? എ മൈനസ് ബി റെപ്രസെന്റ് ചെയ്യുന്ന പോർഷൻ. ആ പോർഷനിലെ എലമെന്റ്സിന്റെ എണ്ണം കാണണം. എന്ത് ചെയ്താൽ മതി? എയിലെ എലമെന്റ്സിന്റെ എണ്ണം എടുക്കുക, മൈനസ് എന്താണ്? ഈ പോർഷൻ കുറച്ചാൽ പോരെ? അതായത് എ ഇന്റർസെക്ഷൻ ബിയിലെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ മതി. എന്താണ്? നമുക്ക് എ മൈനസ് ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം കാണണം. അതിനുവേണ്ടി എയിലെ എലമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് ഏത് കുറയ്ക്കുക? ഈ പോർഷൻ എ ഇന്റർസെക്ഷൻ ബിയിലെ എലമെന്റ്സിന്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. കാര്യം മനസ്സിലാക്കി പഠിക്കുക, അതാണ് നല്ലത്. ഇനി പറ്റുന്നില്ല എങ്കിൽ കാണാതെ പഠിക്കുക. എൻ ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ശരിയല്ലേ? തിരിച്ച് എൻ ഓഫ് ബി മൈനസ് എ ആണെങ്കിലോ നിങ്ങൾക്കറിയാം എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എന്തിനു വരും? എ ഇന്റർസെക്ഷൻ ബി. കാരണം ബി ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാലും എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. കാരണം ഇന്റർസെക്ഷൻ സാറ്റിസ്ഫൈസ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എൻ ഓഫ് ബി മൈനസ് എന്ന് ചോദിച്ചാൽ എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എന്ത് തന്നെയാണ്? എ ഇന്റർസെക്ഷൻ ബി. കിട്ടിയില്ലേ? നെക്സ്റ്റ് വൺ, എൻ ഓഫ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ എന്ന സെറ്റിൽ ഇല്ലാത്ത എലമെന്റ്സ് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് കാണുന്ന ഫോർമുല നിങ്ങൾക്കറിയാം. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് എ. യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കണം, എ എന്ന സെറ്റിൽ ഉണ്ടാകാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്പർ ഓഫ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. മൊത്തം എലമെന്റ്സിൽ നിന്ന് എ എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? എ കോംപ്ലിമെന്റിന്റെ എലമെന്റ്സിന്റെ എണ്ണം. ശരിയല്ലേ? മൊത്തം എലമെന്റ്സിൽ നിന്ന് എ എന്ന സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ കോംപ്ലിമെന്റിലെ എലമെന്റ്സിന്റെ എണ്ണം. സോ വാട്ട് ഈസ് ദ ഫോർമുല? എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. വൺ മോർ തിങ്, വെരി ഇമ്പോർട്ടന്റ് ഫോർമുല. എൻ ഓഫ് A complement intersection B complement. N of A complement intersection B complement. ഇതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്പർ ഓഫ് എലമെന്റ്സ് നോട്ട് ഇൻ എ ആൻഡ് നോട്ട് ഇൻ ബി. ഇന്റർസെക്ഷൻ മീൻസ് എന്താണ്? ആൻഡ്. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ. അതൊക്കെ നമ്മൾ നേരത്തെ എന്താണ് ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ മീനിങ് എന്താണ്? നമ്പർ ഓഫ് എലമെന്റ്സ് നോട്ട് ഇൻ എ ആൻഡ് നോട്ട് ഇൻ ബി. എയിലും ഉണ്ടാകാൻ പാടില്ല, ബിയിലും ഉണ്ടാകാൻ പാടില്ല. അത്തരം എലമെന്റ്സിന്റെ എണ്ണം കാണുന്ന ഫോർമുല. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് നെയ്തർ ഇൻ എ നോർ ഇൻ ബി. എന്താണ് ഇതിന്റെ മാത്തമെറ്റിക്കൽ മീനിങ് ആണ്? നമ്പർ ഓഫ് എലമെന്റ്സ് നെയ്തർ ഇൻ എ നോർ ഇൻ ബി. എയിലുമില്ല, ബിയിലുമില്ല എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാൽ മതി? എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇത് കാണുന്ന ഫോർമുല പറയുന്നതിന് മുന്നേ ഒരു ചെറിയ സംഗതി സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞുതരാം. ഇതിന്റെ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡി മോർഗൻസ് ലാ യൂസ് ചെയ്ത് എങ്ങനെ എഴുതാം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനെ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതിക്കൂടെ? ശരിയല്ലേ? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ്. ഇനി രണ്ട് സൈഡ് ഞാൻ എൻ അപ്ലൈ ചെയ്യുന്നു. സോ എൻ ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എൻ ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് കിട്ടി. ഈക്വൽ ടു നമ്മൾ ഇപ്പൊ പറഞ്ഞു എൻ ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് എ. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എൻ ഓഫ് യു മൈനസ് എൻ ഓഫ് ദാറ്റ്സ് എ യൂണിയൻ ബി. ശരിയല്ലേ? എൻ ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ
n of u minus n of a. അപ്പൊ n of a union b the whole complement എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? n of u ആയിരിക്കും മൈനസ് n of a union b. യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്ന് a യൂണിയൻ b യിലെ എലമെന്റ്സിന്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്താൽ ഇതിന്റെ വാല്യൂ കിട്ടും. സോ ഫോർമുല n of a complement intersection b complement equal to n of u minus n of a union b. നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്ത് ഈ ഫോർമുല യൂസ് ചെയ്യും. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. ജസ്റ്റ് നോക്കുക. ഇതുവരെ നമ്മൾ രണ്ട് സെറ്റുമായി ബന്ധപ്പെട്ട ചില ഫോർമുലാസ് ആണ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ ഒരു ഫോർമുല ഇവിടെ ഉണ്ട്. മൂന്ന് സെറ്റുമായി കണക്ട് ചെയ്ത ഒരു ഫോർമുല എഴുതിക്കോളൂ. n ഓഫ് a യൂണിയൻ b യൂണിയൻ c. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ ഡെറിവേഷൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ അത് വലിയ ഇമ്പോർട്ടന്റ് അല്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. സോ n ഓഫ് a യൂണിയൻ b യൂണിയൻ c ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b പ്ലസ് n ഓഫ് c. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? n ഓഫ് a യൂണിയൻ b യൂണിയൻ c ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b പ്ലസ് n ഓഫ് c മൈനസ് നേരത്തെ പറഞ്ഞ രണ്ട് സെറ്റിന്റെ ഇന്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b. a യിലും b യിലും കോമൺ ആയിട്ടുള്ള സബ്ട്രാക്ട് ചെയ്യുക. തീർന്നില്ല. മൈനസ് n ഓഫ് a യിലും c യിലും കോമൺ ആയിട്ടുള്ളത് സബ്ട്രാക്ട് ചെയ്യണം. മൈനസ് തീർന്നില്ല. b യിലും c യിലും കോമൺ ആയിട്ടുള്ളത് സബ്ട്രാക്ട് ചെയ്യണം. b ഇന്റർസെക്ഷൻ c തീർന്നില്ല. പ്ലസ് ഈ മൂന്ന് സെറ്റിനും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് n ഓഫ് a ഇന്റർസെക്ഷൻ b ഇന്റർസെക്ഷൻ c. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ്? n ഓഫ് a യൂണിയൻ b യൂണിയൻ c ഈക്വൽ ടു n ഓഫ് a പ്ലസ് n ഓഫ് b പ്ലസ് n ഓഫ് c മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ c മൈനസ് n ഓഫ് b ഇന്റർസെക്ഷൻ c പ്ലസ് n ഓഫ് a ഇന്റർസെക്ഷൻ b ഇന്റർസെക്ഷൻ c. കാണാതെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. n ഓഫ് a പ്ലസ് n ഓഫ് b പ്ലസ് n ഓഫ് c മൈനസ് രണ്ടെണ്ണം വെച്ചുള്ള ഇന്റർസെക്ഷൻ സബ്ട്രാക്ട് ചെയ്യുക. മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ b മൈനസ് n ഓഫ് a ഇന്റർസെക്ഷൻ c മൈനസ് n ഓഫ് b ഇന്റർസെക്ഷൻ c പ്ലസ് n ഓഫ് a ഇന്റർസെക്ഷൻ b ഇന്റർസെക്ഷൻ c. പഠിച്ചില്ലേ? വളരെ സിമ്പിൾ ആണ്. ഇനി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫോർമുലാസ് ഉപയോഗിച്ചിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. If x and y are two sets such that n of x equal to 17, n of y equal to 23, n of x union y equal to 38, find n of x intersection y. നമ്മൾ പഠിച്ച ഫോർമുലകളെല്ലാം a എന്ന സെറ്റിനെയും b എന്ന സെറ്റിനെയും ബേസ് ചെയ്താണ്. ആശയമുണ്ടെങ്കിൽ ഏത് വേരിയബിൾ വന്നാലും നമുക്ക് ഫോർമുല എഴുതാൻ സാധിക്കണം. സോ വി ഹാവ് ടു ഫൈൻഡ് n ഓഫ് x ഇന്റർസെക്ഷൻ y. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് പെട്ടെന്ന് പറയാൻ സാധിക്കും. എങ്കിലും നമുക്ക് ഫോർമുല എഴുതി തന്നെ ചെയ്യാം. n ഓഫ് x ഇന്റർസെക്ഷൻ y ഈക്വൽ ടു എന്താണ് ഫോർമുല? ആദ്യത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം n ഓഫ് x പ്ലസ് രണ്ടാമത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം n ഓഫ് y മൈനസ് അവയുടെ യൂണിയന്റെ എണ്ണം സബ്ട്രാക്ട് ചെയ്യണം. x യൂണിയൻ y. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസിയാണ്. കഴിഞ്ഞു. ഈക്വൽ ടു n ഓഫ് x എന്തായിരുന്നു? 17 പ്ലസ് n ഓഫ് y എന്താണ്? 23 മൈനസ് n ഓഫ് x യൂണിയൻ y ദാറ്റ് ഈസ് 38. 23 പ്ലസ് 17 എന്ത് കിട്ടും? 40. 40 ൽ നിന്ന് 38 കുറച്ചാൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇഫ് s and t are two sets such that s has 21 elements, t has 32 elements and s intersection t has 11 elements, how many elements does s union t have? അല്ലെ, കഴിഞ്ഞ പ്രോബ്ലത്തിൽ n ഓഫ് x n ഓഫ് y അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നിരുന്നു. ഇവിടെ വേർഡ്സിൽ തന്നിരിക്കുന്നു. അതിനെ നമ്മൾ മാത്തമാറ്റിക്കലി ആദ്യം എഴുതുക. സോ s has the set s has 21 elements എന്ന് പറഞ്ഞാൽ number of elements in the set s is equal to 21 എന്ന് എഴുതിക്കൂടെ? Similarly, number of elements in the set T that is equal to എന്താണ്? 32. Next, the number of elements in S intersection T. S intersection T is equal to എത്ര തന്നിട്ടുണ്ട്? 11. We have to find number of elements in S union T is equal to. നിങ്ങൾ ഫോർമുല എഴുതി കഴിഞ്ഞാണ്. എന്താണ് ഫോർമുല? ആദ്യത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം പ്ലസ് രണ്ടാമത്തെ സെറ്റിലെ എലമെന്റിന്റെ എണ്ണം. അങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിൾ ആണ്. n ഓഫ് t മൈനസ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത് സബ്ട്രാക്ട് ചെയ്യുക. മൈനസ് n ഓഫ് s ഇന്റർസെക്ഷൻ t. ഇതല്ലേ ഫോർമുല?
n of s plus n of t minus n of s intersection t is equal to, just substitute here, n of s 21 plus n of t that is 32 minus n of s intersection t that is 11 is equal to 21 മുതൽ 50 53 53 ന്ന് 11 കുറച്ചാൽ 42 എന്ന് കിട്ടും. ശരിയല്ലേ? If x and y are two sets such that x has 40 elements, x union y has 60 elements, and x intersection y has 10 elements, how many elements does y have? y ലെ എലമെന്റ്സിന്റെ എണ്ണം കാണണം. ആദ്യം തന്നിട്ടുള്ള ഡാറ്റാസ് എഴുതാം. എന്താണ്? x has 40 elements, n of x, number of elements in the set x, that is equal to 40. Next, number of elements in x union y equal to, x union y has 60 elements. Next, x intersection y ile elements inde എണ്ണം, n of x intersection y equal to 10. We have to find number of elements in y. y ile elements inde എണ്ണം കാണാൻ ഫോർമുല ഉണ്ടോ? എന്താ? പകരം നമുക്ക് എന്തറിയാം? n of x യൂണിയൻ y കാണുന്ന ഫോർമുല അറിയത്തില്ലേ? അത് ആദ്യം എഴുതുക. എന്താണ് n of x യൂണിയൻ y കാണുന്ന ഫോർമുല? n of x plus n of y മൈനസ് എന്താണ്? ഇവയുടെ ഇന്റർസെക്ഷൻ n of x ഇന്റർസെക്ഷൻ y. നമുക്കറിയാവുന്ന വാല്യൂസ് ഒക്കെ കൊടുക്കുക. എന്ത് കിട്ടും? n of x യൂണിയൻ y യുടെ വാല്യൂ 60 is equal to n of x 40. നെക്സ്റ്റ് പ്ലസ് n of y ആണ് നമുക്ക് കാണേണ്ടത്, അത് അതുപോലെ വെക്കുക. മൈനസ് n of x ഇന്റർസെക്ഷൻ y that is 10. ശരിയല്ലേ? ഇനി നോക്കി നോക്ക്. 40 മൈനസ് 10 എന്ത് കിട്ടും? 30. പ്ലസ് 30 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 30. 60 ന്ന് 30 കുറച്ചാൽ 30 ഈക്വൽ ടു n of y. സോ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദ സെറ്റ് y ഈസ് എന്താണ്? 30. ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 70 people, 37 like coffee, 52 like tea, and each person likes at least one of the two drinks. How many people like both coffee and tea? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. പക്ഷേ നമ്മൾ ഈ സെറ്റിന്റെ ഭാഷയാണ് ഇവിടെ ഉപയോഗിക്കുന്നതുകൊണ്ട് സെറ്റിന്റെ ഭാഷയിൽ തന്നെ ഈ പ്രോബ്ലം ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ സി എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഹു ലൈക്ക് കോഫി. അതിനെ ഞാൻ ഒന്ന് ചുരുക്കി സി എന്ന നൊട്ടേഷൻ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തു. അതാണ് എളുപ്പം. ഓക്കെ, അതേപോലെ ടി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഹു ലൈക്ക് ടീ. എങ്കിൽ n of c എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് കോഫി. നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് കോഫി എത്രയാണ്? 37 ലൈക്ക് കോഫി. സോ n of c ഈക്വൽ ടു എന്താണ്? 37. നെക്സ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് കോഫി, അതാണ് ഞാൻ എന്തെടുക്കുന്നത്? n of t that is equal to എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 52 ലൈക്ക് ടീ. 52. നെക്സ്റ്റ് ആദ്യം ഒരു ഡാറ്റ തന്നിട്ടുണ്ട്. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 70 പീപ്പിൾ, മൊത്തം 70 പേരുണ്ട്. ഈ 70 പേരും ഒന്നുകിൽ ടീ അല്ലെങ്കിൽ കോഫി കഴിക്കുന്നവരാണ്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, അല്ലെ? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ടു ഡ്രിങ്ക്സ്, ഈ രണ്ട് ഡ്രിങ്ക്സിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ഈ ആൾക്കാർ കഴിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ n of c യൂണിയൻ ടി. കോഫിയോ ടീയോ കഴിക്കുന്ന ആൾക്കാർ, എയ്തർ കോഫി ഓർ ടീ. ഓർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ. അതാണ് എന്ത് തന്നിരിക്കുന്നത്? 70 എന്ന് തന്നിരിക്കുന്നത്. ഈ 70 പേരും ഒന്നുകിൽ കോഫി കഴിക്കും അല്ലെങ്കിൽ എന്താണ്? ടീ കഴിക്കും. ഓർ എന്ന ആശയം വരുമ്പോൾ യൂണിയൻ കൊടുക്കുക. കിട്ടിയായിരുന്നോ? ഡാറ്റാസ് കിട്ടി. വി ഹാവ് ടു ഫൈൻഡ് how many people like both coffee and tea. That means we have to find n of both coffee and എന്ന ആശയം എന്നാൽ ഇന്റർസെക്ഷൻ ടി. രണ്ടും കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര? ഇത് നിങ്ങൾക്കറിയാം ഫോർമുല. ആദ്യം n of c പ്ലസ് n of t മൈനസ് ഇവിടെ എന്താണ്? ഇവിടെ ഇന്റർസെക്ഷൻ എന്നാൽ അവസാനം യൂണിയൻ. n of c യൂണിയൻ t equal to, just simplify here, n of c 37 plus n of t 52 minus എന്തായിരുന്നു? 70 equal to 50 30 80 89 89 70 കുറച്ചാൽ 19 എന്ന് കിട്ടും. സോ രണ്ടും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുന്ന, അല്ലെ, കോഫിയും ടീയും ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? 19. ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് 50 people speak French, 20 speak Spanish, and 10 speak
both Spanish and French. How many speak at least one of these two languages? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. First of all, let F represents set of all people who speak French. S represents set of all people who speak Spanish. Number of people speak French is എത്രയാണ്? 50. എന്താണ്? ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 50. So n of f equal to എന്ത് കൊടുക്കാം? 50. Number of people who speak Spanish is 20. That is n of s equal to 20. Next എന്താ വന്നിരിക്കുന്നത്? Number of people who speak both Spanish and French. രണ്ടും സംസാരിക്കുന്നവർ, രണ്ടും കോമൺ ആയിട്ട് സംസാരിക്കുന്നവർ. That means intersection. Number of people who speak both French and Spanish is equal to എത്ര തന്നിട്ടുണ്ട്? 10. ശരിയല്ലേ? We have to find number of people who speak at least one of these two languages. At least one of these two languages എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫ്രഞ്ച് സംസാരിക്കുക അല്ലെങ്കിൽ എന്താണ്? സ്പാനിഷ്. രണ്ട് സംസാരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് യൂണിയൻ സ്പാനിഷ് രണ്ടിന്റെയും കൂടെ എന്ത് കാണണം? യൂണിയൻ കാണണം. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ ആണ് കാണേണ്ടത്. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദീസ് ടു ലാംഗ്വേജസ്. ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്. ഓ എന്ന ആശയം വന്നാൽ യൂണിയൻ അപ്ലൈ ചെയ്യണം. അത്രേ ഉള്ളൂ. സോ വി ഹാവ് ടു ഫൈൻഡ് എൻ ഓഫ് എഫ് യൂണിയൻ എസ്. ഫ്രഞ്ചും സ്പാനിഷും സംസാരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഈക്വൽ ടു എന്താണ് ഫോർമുല? എൻ ഓഫ് എഫ് പ്ലസ് എൻ ഓഫ് എസ് മൈനസ് എന്താണ്? ഇവിടെ യൂണിയൻ വന്നാൽ അവിടെ ഇന്റർസെക്ഷൻ. എൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ എസ്. ഇനി നിങ്ങൾക്ക് വാല്യൂസ് കൊടുക്കാൻ അറിയത്തില്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൻസർ കിട്ടി. ഈക്വൽ ടു എൻ ഓഫ് എഫ് 50 പ്ലസ് എൻ ഓഫ് എസ് 20 മൈനസ് ഇന്റർസെക്ഷൻ 10 ഈക്വൽ ടു 70 minus 10, that is 60, which is the answer. Question. In a group of 65 people, 40 like cricket, 10 like both cricket and tennis. Each person likes at least one of the games. How many like tennis? Second part, how many like tennis only and not cricket? രണ്ട് പാർട്ട് ഉണ്ട് ഈ പ്രോബ്ലത്തിൽ. ആദ്യം സി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ്. ടി സെറ്റ് ഓഫ് ഓൾ പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്. തന്നിട്ടുള്ള ഡാറ്റാസ് എഴുതാം. 40 ലൈക്ക് ക്രിക്കറ്റ്. ദാറ്റ് മീൻസ് n of c equal to 40. നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? 10 ലൈക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ് അല്ലെ? ബോത്ത്. അപ്പൊ n ഓഫ് ക്രിക്കറ്റ് ആൻഡ് ഇന്റർസെക്ഷൻ ടി. ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, രണ്ടും കോമൺ ആയിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്രയാണ്? 10. Each person likes at least one of the games അല്ലെ? ഈ 65 പേരും ഒന്നുകിൽ എന്താണ്? ക്രിക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ടെന്നീസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്നത് ആക്ച്വലി എന്താണ്? n ഓഫ് ക്രിക്കറ്റ് ഓർ ടെന്നീസ്. ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ക്രിക്കറ്റ് ഓർ ടെന്നീസ്. സോ n ഓഫ് c യൂണിയൻ t ഈക്വൽ ടു എത്രയാണ്? 65. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഹൗ മെനി ലൈക്ക് എന്താണ്? ടെന്നീസ്. ടെന്നീസ് ഒള്ളി എന്ന് ചോദിച്ചിട്ടില്ല. ഹൗ മെനി ലൈക്ക് ടെന്നീസ്. അപ്പൊ ടെന്നീസ് കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം എത്ര? അപ്പൊ അതിനകത്ത് ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണവും കൂടെ ഉൾപ്പെടും എന്നത് മനസ്സിലുണ്ടായിരിക്കണം. ഹൗ മെനി ലൈക്ക് ടെന്നീസ്. ടെന്നീസ് കളിക്കുന്ന മൊത്തം ആൾക്കാരുടെ എണ്ണം എത്ര? അത് കാണുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആ യൂണിയൻ കാണുന്ന ഫോർമുല എഴുതാം. എൻ ഓഫ് ക്രിക്കറ്റ് യൂണിയൻ ടെന്നീസ് സി യൂണിയൻ ടി ഈക്വൽ ടു എന്താണ് ഫോർമുല? എൻ ഓഫ് സി പ്ലസ് എൻ ഓഫ് ടി മൈനസ് ഇവിടെ യൂണിയൻ ആണെങ്കിൽ അവിടെ ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ ടി. അറിയാവുന്ന വാല്യൂസ് കൊടുക്കൂ. എൻ ഓഫ് സി യൂണിയൻ ടിയുടെ വാല്യൂ 65 ഈക്വൽ ടു എൻ ഓഫ് സി ക്രിക്കറ്റ് കളിക്കുന്നവരുടെ എണ്ണം 40 പ്ലസ് എൻ ഓഫ് ടി നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്. അതാണ് ആദ്യത്തെ പാർട്ട്. അത് കാണണം. അതുകൊണ്ട് അത് അതുപോലെ വെച്ചിരിക്കുക. മൈനസ് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാര് 10. നേരത്തെ ഇതിന്റെ സമാനമായ പോലെ നമ്മൾ ചെയ്തതാണ്. എന്താണ്? 40 നിന്ന് 10 കുറച്ചാൽ എന്ത് കിട്ടും? 30. ഇപ്പൊ വരുമ്പോൾ 65 മൈനസ് 30 എന്ത് കിട്ടും? 35 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഓഫ് t. അതായത് ഒന്നാമത്തെ പാർട്ടിന്റെ ആൻസർ ആയി കഴിഞ്ഞു. നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് ഇസ് ഈക്വൽ ടു എന്താണ്? 35. ഈ 35നകത്ത് ടെന്നീസ് കളിക്കുന്നവരുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നവരുണ്ട് കേട്ടോ. രണ്ടും കളിക്കുന്നവരുണ്ട്. പക്ഷെ ഇവരെന്തായാലും ടെന്നീസ് കളിക്കും. അതിൽ യാതൊരു മാറ്റമില്ല. സോ n ഓഫ് t ഈക്വൽ ടു എന്ത് കിട്ടി? 35. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് വി ഹാവ് ടു ഫൈൻഡ്  നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് only and not cricket.
ടെന്നീസ് ഇഷ്ടപ്പെടുന്നു പക്ഷെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനത്തെ ആൾക്കാരുടെ എണ്ണം. We have to find number of people who likes tennis but not cricket. ടെന്നീസ് ഇഷ്ടമാണ് പക്ഷെ ക്രിക്കറ്റ് ഇഷ്ടമില്ല. അപ്പൊ മൈനസ് സി. അങ്ങനെയല്ലേ വരുന്നേ? എ വേണം ബി വേണ്ട എങ്കിൽ എ മൈനസ് ബി. ടെന്നീസ് വേണം ക്രിക്കറ്റ് വേണ്ട എങ്കിൽ ടി മൈനസ് സി അവരുടെ എണ്ണം. സോ വി ഹാവ് ടു ഫൈൻഡ് എൻ ഓഫ് ടി മൈനസ് സി ഈക്വൽ ടു തുടക്കത്തിൽ പഠിപ്പിച്ചു എൻ ഓഫ് എ മൈനസ് ബി കാണുന്ന ഫോർമുല എൻ ഓഫ് എ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ടി മൈനസ് സി എന്ന് വരും എൻ ഓഫ് ടി മൈനസ് അവയുടെ ഇന്റർസെക്ഷൻ എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു കഴിഞ്ഞു. എൻ ഓഫ് ടി ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു 35 മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി കോമൺ ആയിട്ടുള്ളത് എത്രയാണ് 10. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 25. അതായത് ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എത്രയാണ് 25. നേരത്തെ നമ്മൾ പറഞ്ഞു ടെന്നീസ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്രയായിരുന്നു 35. ടെന്നീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം 35. ഇവിടെ എന്താണ് ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണമാണ് എന്ത് കിട്ടിയത് 25 എന്ന് കിട്ടിയത്. അതായത് ബാക്കിയുള്ള 10 പേർ എന്താണ് ടെന്നീസും കളിക്കുന്നു ക്രിക്കറ്റ് കളിക്കുന്നു. അതല്ലേ ഈ സംഗതി. ചിന്തിക്കൂ, പ്രശ്നം ഉണ്ടാക്കേണ്ട, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ സെയിം പ്രോബ്ലം വെൻ ഡയഗ്രാം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്തു നോക്കൂ. വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ആൻസറിലേക്ക് എത്തിയോ? കുറച്ച് പേര് എത്താത്തവരുണ്ട്. അവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം, ശ്രദ്ധിക്കൂ. എന്താണ് വെൻ ഡയഗ്രാം ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ ചെയ്യാം? ഡാറ്റാസ് തന്നിട്ടുണ്ട്. എന്താണ് എൻ ഓഫ് സി, അതായത് നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ് 40 അല്ലെ. നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ് 10. ഞാനൊരു വെൻ ഡയഗ്രാം വരച്ചു. ഈ സെറ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണത്തെ, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് ക്യാപിറ്റൽ ടി എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് എന്താണ് ടെന്നീസ്. അപ്പോൾ ഈ പോർഷൻ എന്താണ്? ക്രിക്കറ്റും ടെന്നീസും രണ്ടും ലൈക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ പോർഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അത് എത്ര പേരുണ്ട്? 10. അപ്പോൾ ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടപ്പെടുന്നവർ എത്രയാണ്? 10. ഇനി ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര? മൊത്തം ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം 40. ക്രിക്കറ്റ് എന്ന് പറയുന്ന സെറ്റ് അത് മൊത്തമാണ് അല്ലെ. അതിനകത്ത് മൊത്തം എത്രയാണ്? 40 വരണം. അതിനകത്ത് 10 ഓൾറെഡി എഴുതി കഴിഞ്ഞു. അപ്പൊ ഇനി എത്രയുണ്ട്? 30. കഥ പിടി കിട്ടിയോ? എന്താണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ 40. അതിൽ 10 പേർ ക്രിക്കറ്റും ടെന്നീസും ഇഷ്ടപ്പെടുന്നു. അതിന്റെ എഴുതി കഴിഞ്ഞു. ബാക്കി പേര് ഇവിടെ എത്രയേ ഉള്ളൂ? 30. ഇനി നമുക്കറിയാം എന്താണ് ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്. ടെന്നീസ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം. അപ്പൊ ഈ സർക്കിളിന്റെ അകത്തുള്ള മൊത്തം എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഈ 10 കിട്ടിക്കഴിഞ്ഞു. ഇവിടെ എത്ര കിട്ടണം? അതെങ്ങനെ കണ്ടെത്തും? മൊത്തം ക്രിക്കറ്റ് ഓർ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരുടെ എണ്ണം എത്ര തന്നിട്ടുണ്ട്? 65. മൊത്തം എന്താണ്? 65. 30 10 40 എഴുതി കഴിഞ്ഞു. ഇനി എത്ര പേരുണ്ട്? 25 പേര് ചുമ്മാ ഇരിക്കല്ലേ? അവരെവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഇപ്പൊ നോക്കി നോക്ക്. 25 + 30, 35 + 30, 65. ക്രിക്കറ്റ് ഓർ ടെന്നീസ് കളിക്കുന്ന ആൾക്കാരെണ്ണം 65. ഡാറ്റാസ് ഒക്കെ കംപ്ലീറ്റ് ആയില്ലേ? ഇനി ഒറ്റ അടിക്ക് നിങ്ങൾക്ക് ആൻസർ എഴുതാം. ഫസ്റ്റ് പാർട്ട് എന്തായിരുന്നു? നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്. ടെന്നീസ് എന്ന സർക്കിളിനകത്ത് വരുന്നത് ആരാണ്? 10 + 25 ദാറ്റ് ഈസ് 35. ശരിയല്ലേ? അതുപോലെ അവസാനത്തെ പാർട്ട് വളരെ സിമ്പിൾ ആണ്. വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് ആൻഡ് നോട്ട് ക്രിക്കറ്റ്. ടെന്നീസ് ഇഷ്ടപ്പെടണം, ക്രിക്കറ്റ് ഇഷ്ടപ്പെടാൻ പാടില്ല. ടെന്നീസ് വേണം, ക്രിക്കറ്റ് വേണ്ട. ടെന്നീസ് മാത്രം മതി. അപ്പോൾ എത്ര വരും? ഈ 25. അതല്ലേ നമുക്ക് കിട്ടിയ ആൻസർ. വളരെ സിമ്പിൾ ആയിട്ട് വെൻ ഡയഗ്രാം ഉപയോഗിച്ചാൽ ആശയത്തിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഇന്ന് ചെയ്ത എല്ലാ പ്രോബ്ലവും വെൻ ഡയഗ്രാം ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാർഡിനാലിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് സ്റ്റാൻഡേർഡ് ഫോർമുലാസ് എഴുതി ഒപ്പം ഡയറക്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വ്യത്യസ്തമായ പ്രാക്ടിക്കൽ പ്രോബ്ലവുമായി ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ ബൈ ബൈ.